ചട്ടിച്ചോറ് ഒരുപാട് ആഗ്രഹിച്ചെങ്കിലും നാട്ടിൽ പോയിട്ട് നടക്കാതെ പോയ ഒരു കാര്യമായിരുന്നു ചട്ടിച്ചോറ് കഴിക്കണമെന്നുള്ളത്. അപ്പോൾ പിന്നെ ഒരു ചട്ടി കിട്ടിയപ്പോൾ വീട്ടിൽ തന്നെ ഒരു ചട്ടിച്ചോറ് തട്ടിക്കൂട്ടാമെന്ന് കരുതി. ഇന്ന് ഫുഡിൽ നമുക്കൊരു ചട്ടിച്ചോറ് ഉണ്ടാക്കാം അല്ലേ? എന്നാ പോരെ. മിനിമിനാന്ന് തിളങ്ങുന്ന കിട്ടിയ ചട്ടി എടുത്ത് ആദ്യം തന്നെ മേശപ്പുറത്തോട്ടങ്ങ് വെച്ചു. പിന്നെ നമ്മുടെ ചട്ടിച്ചോറിൻ്റെ ഹൈലൈറ്റായ നല്ല ചൂട് ചോറ്, ആവി പറക്കുന്ന ചോറ് 2-3 തവി അങ്ങോട്ട് കോരിയിട്ട് അതിൻ്റെ ബേസൊക്കെ ഒന്ന് സെറ്റാക്കി. അടുത്ത ഐറ്റം പയറ് തോരനാണ്. ഈ പയറ് തോരൻ എന്ന് പറയുമ്പം എന്താ പറയുക, ഒത്തിരി ഒന്നും വേകാതെ അത്യാവശ്യം അതിൻ്റെ ഫ്രഷ്നെസ് ഒക്കെ കീപ്പ് ചെയ്ത് ബാലൻസ് ചെയ്ത ഒരു ഫ്ലേവറും തേങ്ങാ പീരയുടെ ഒരു സ്വീറ്റ്നെസ്സും ഒക്കെ ചേർത്തിട്ട് നമ്മുടെ ഒരു സാധാരണ പയറ് തോരൻ. അധികം ഒന്നും കടയിൽ കാണാത്തൊരു ഐറ്റമാണ് ഈ ചീമച്ചക്ക. പലയിടത്തും പല പേരിലാണ് അതിനെ വിളിക്കുന്നത്. കടച്ചക്ക എന്നൊക്കെ പറയുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ചീമച്ചക്ക നല്ല മസാലയിട്ട്, നല്ല കടുകൊക്കെ പൊട്ടിച്ച് മസാലയിട്ട് മെഴുക്കുവരട്ടിയാക്കിയ ഒരൈറ്റമാണ് ചട്ടിച്ചോറിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്. നല്ല ക്രഞ്ചിയാണ്, സോഫ്റ്റാണ്, നല്ലൊരു ഫ്ലേവർ, എന്താ പറയുക, ഫുൾ ഓഫ് ഫ്ലേവേഴ്സ് ആയിരുന്നു ആ ഒരു ചീമച്ചക്ക മെഴുക്കുവരട്ടി. അത് കഴിഞ്ഞിട്ട് നല്ല മീൻ വറുത്തത്. ആവോലി മീനിനെ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് എണ്ണയിലിട്ട് വറുത്ത് കോരി നല്ല ക്രഞ്ചി ഔട്ട്സൈഡും സോഫ്റ്റ് ആൻഡ് ഫ്ലഷി ഇൻസൈഡുമുള്ള നമ്മുടെ മീൻ വറുത്തത്. ഈ മീൻ വറുത്തത് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ചോറ് ഒറ്റയടിക്ക് ഉണ്ടാകും കേട്ടോ. അത് കഴിഞ്ഞ് മീൻ കിട്ടിയപ്പം അതിൻ്റെ കൂടെ കിട്ടിയ പരിഞ്ഞിലിനെ വെറുതെ കളഞ്ഞില്ല. ഈ പരിഞ്ഞിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം അല്ല, പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. അതിലേക്ക് നല്ല മസാലയൊക്കെ പുരട്ടി കുറച്ച് നേരം വെച്ചിട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുന്ന പരിഞ്ഞിൽ, പിന്നെ അതിൻ്റെ ബാക്കി വരുന്ന ആ ഒരു ഈ മസാല ഫ്രൈ ആയിട്ട് ഇങ്ങനെ തരി പൊടിയായിട്ട് ഇങ്ങനെ കിടക്കുമല്ലോ, അതും കൂടെ കിട്ടിയാൽ സൂപ്പർ. ഇതൊന്നും പോരാഞ്ഞിട്ട് കുറച്ച് ജാതിക്ക അച്ചാർ, മാങ്ങ അച്ചാറും നാരങ്ങ അച്ചാറും ഒക്കെ നമ്മൾ സ്ഥിരം കഴിക്കുന്നതല്ലേ. ഒരു ജാതിക്ക അച്ചാർ, ഒരു വെറൈറ്റി, ഒരു കിക്ക് ടേസ്റ്റിന് വേണ്ടി കുറച്ച് ജാതിക്ക അച്ചാറും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്തു. ഇതിൻ്റെ പുറത്താണ് നമ്മുടെ മറ്റൊരു ഹൈലൈറ്റായ മാങ്ങ കറി വരുന്നത്. ഈ നാട്ടിലെ പോലെ കുഞ്ഞു മാങ്ങ, കറിമാങ്ങയൊന്നും ഇവിടെ കിട്ടാറില്ല. വലിയ മാങ്ങയിൽ പിഴിയാനും പാകത്തിന് മാത്രം മാങ്ങ അതിൽ വെച്ചിട്ട് കറി ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഒരു പുളിയും മധുരവും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു നല്ല സൂപ്പർ ഫ്ലേവർ. അപ്പം നമ്മുടെ ചട്ടിയിൽ കുട്ടപ്പന്മാരെല്ലാം വന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിച്ചു നോക്കാം അല്ലേ. ആദ്യം തന്നെ ആ മാങ്ങ എടുത്തൊന്ന് പിഴിഞ്ഞ് ആ ചാറ് നമ്മുടെ ചോറിലോട്ട് നിട്ടു. പിന്നെ ഇച്ചിരി പയറും ഇച്ചിരി പരിഞ്ഞിൽ വിത്താ തരിതരിപ്പൊടി, പിന്നെ മെഴുക്കുവരട്ടി ഒരു കഷ്ണം, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ആദ്യത്തെ പിടി അങ്ങ് പിടിച്ചു. മീൻ വറുത്തതിനെ മറക്കാൻ പറ്റത്തില്ലല്ലോ. അതിന് ടേസ്റ്റ് മാത്രമായിട്ട് അറിയണമെങ്കിൽ ഒരു ചെറിയ കഷ്ണം പൊളിച്ചെടുത്ത് അതും വായിൽ വെച്ചു. അങ്ങനെ ഇച്ചിരി അച്ചാറും ഇതെല്ലാം കൂടെ കൂട്ടി ആ പാത്രത്തിലെ ചോറ് മൊത്തം ഒറ്റയടിക്ക് ഞാൻ അവിടെ നിന്ന് കഴിച്ചു തീർത്തു. പിന്നെ എനിക്കൊരു സ്വഭാവമുണ്ട്, ഇഷ്ടമുള്ളൊരു സാധനം നമ്മൾ ലാസ്റ്റിൽ കഴിക്കാനായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയല്ലേ. അങ്ങനെ ഇന്ന് മാറ്റി വെച്ച ഐറ്റംസാണ് പരിഞ്ഞിയിലും ജാതിക്കായും. ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ആ പരിഞ്ഞിയിലെടുത്തൊന്ന് കഴിച്ചു, ആ ജാതിക്കയൊക്കെ ഇട്ട് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് നമ്മുടെ ചട്ടിച്ചോറ് കഥ ഇവിടെ അവസാനിക്കുകയാണ്. വേറൊരു കാര്യമുണ്ട്, ഞാനിവിടെ ചട്ടിച്ചോറ് കഴിക്കുമ്പോൾ എൻ്റെ തൊട്ടപ്പുറത്തിരുന്ന് എൻ്റെ കെട്ടിയവൻ കഴിക്കുന്നത് മീറ്റ് ബോളും പാസ്തയാണ്. ചട്ടിച്ചോറിനാണോ പാസ്തയ്ക്കാണോ രുചി കൂടുതലെന്ന് ചോദിച്ചാൽ ശരിക്കും എന്താ പറയുക, സ്നേഹത്തിനാണല്ലേ രുചി കൂടുതൽ. അപ്പോൾ സ്നേഹത്തോടെ ഇന്നത്തെ ചട്ടിച്ചോറ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങളോടൊപ്പം ഞാൻ ഷീത. ടേക്ക് കെയർ, ബൈ ബൈ.